നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇന്നലത്തെ വീഡിയോസ് കാണാത്തവർ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അതായത് 19,200, 300 ഷോർട്ട് സെല്ലേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഈ ഒരു ലെവലിൽ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിക്കായാലും ബൗൺസ് ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ, മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡ്, മാർക്കറ്റിന്റെ ആ ഒരു വലിയൊരു ഫാള് വന്നിരിക്കുമ്പോൾ പോലും നിങ്ങൾ ആ ഒരു സെല്ലിലേക്ക് ആക്റ്റീവ് ആവാതിരിക്കാൻ, ലോവർ ലെവലിൽ നിന്ന് സെല്ലിലേക്ക് ആക്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിന് ഒരു സാധ്യത പറഞ്ഞിരുന്നത്. അപ്പൊ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം വ്യൂ കിട്ടിയാലാണ് നമുക്ക് എപ്പോഴും മാർക്കറ്റിനെ നമുക്കൊരു ഷോർട്ട് ടൈമിലായാലും നമുക്കൊരു മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഈ 200, 300 റേഞ്ചിന്റെ ഇടയിൽ, പിന്നെ അതുപോലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 500, 600 റേഞ്ചിന്റെ ഇടയിൽ. അതും ഇനി വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിക്കായാലും സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയാലും ഇതൊരു ബൈ മൊമെന്റം അല്ല. ഇൻട്രാഡേയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തിലായാലും 19,350 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴും റൈറ്റ് സപ്പോർട്ടുകൾ ക്യുക്കായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങളെ സഹായിക്കും. ക്യുക്കായിട്ട് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനും ക്യുക്കായിട്ട് ആ ഒരു വലിയൊരു പ്രോഫിറ്റ് കിട്ടാനും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത് 19,345 ആണ്. 345 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 310 സപ്പോർട്ട് വരുന്നത്. പക്ഷെ നമ്മൾ 300 ബിലോ പ്രത്യേകം നമ്മളത് സൂചിപ്പിച്ചിരുന്നു. 1-2 പ്രാവശ്യം അത് സൂചിപ്പിച്ചായിരുന്നു. മാർക്കറ്റിന്റെ ആ ഒരു ഡയറക്ഷനിൽ ആ ട്രെൻഡ് കൃത്യമായിട്ട് അറിയാതെ ആരും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്നായാലും 19,310 ഒരു മുകളിലേക്കായാലും നിഫ്റ്റി കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടാണ് 19,310 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തത്. പക്ഷെ 345 മുകളിലേക്ക് എക്സാക്റ്റ് ആയിട്ട് മൂവ് ചെയ്തതിന് ശേഷം 345 മുകളിലേക്ക് ഒരു ഹോൾഡ് നിലനിർത്തിയതിനു ശേഷം റൈറ്റ് ഒരു ബൈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 380 എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്ത് നോക്കുക. പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു പവർ ശ്രദ്ധിക്കുക. ഞാൻ വേറൊരു ന്യൂസോ വേറൊരു സെന്റിമെന്റിലോ മാർക്കറ്റിന്റെ ഒന്നും അനുസരിച്ചല്ല ഇത് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിൽ നമുക്കൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്കൊരു പ്രൈസ് ആക്ഷന്റെ വീഡിയോസ് കണ്ടവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള വീഡിയോ ട്യൂട്ടോറിയൽ, ഏതൊരു മാർക്കറ്റ് സിറ്റുവേഷനെയും മാനേജ് ചെയ്യാവുന്ന വീഡിയോ ട്യൂട്ടോറിയലാണ് നമ്മളത് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റ് ആയാലും അത് ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നിട്ട് വലിയൊരു താഴത്തേക്ക് പോകുന്ന ഒരു മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബൈയിലേക്ക് നിലനിൽക്കണം എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിൽ കിട്ടും. അപ്പൊ ഏതൊരു സിറ്റുവേഷനും മാനേജ് ചെയ്യാനുള്ള രീതിയിലാണ് ആ ഒരു പ്രൈസ് ആക്ഷൻ സീരീസ് വീഡിയോസ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിരിക്കണമെന്നില്ല, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കാം, ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം. അപ്പോഴൊക്കെ മാർക്കറ്റിലെ എല്ലാ സമയത്തും നമുക്ക് ആ മാർക്കറ്റിനെ മാനേജ് ചെയ്തിട്ട് എക്സ്പേർട്ട് ആകണം. അപ്പോഴാണ് എപ്പോഴും നല്ലൊരു ട്രേഡർ ആകുന്നത്. അപ്പൊ ഇന്നത്തെ മൂവ്മെന്റ് ആയാലും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്താൽ പോലും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. 380 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 19,440 മുകളിൽ 440 ഇപ്പൊ റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നത്. റൈറ്റ് ഒരു ബൈ മൂവ്മെന്റം ആയിരുന്നു മാർക്കറ്റിൽ അത് തന്നിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ എപ്പോഴും മാർക്കറ്റിന്റെ ആ ഒരു ലോങ് ടേം ഡയറക്ഷൻ കിട്ടിയാലാണ് ആ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് പ്രഡിക്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാർക്കറ്റിന്റെ ആ ഒരു പ്രൈസ് ആക്ഷൻ അത്രയും പെർഫെക്റ്റ് ആയാലും മാത്രമാണ് മാർക്കറ്റിന്റെ ഒരു വരാൻ പോകുന്ന ഒരു മൂവ്മെന്റുകളും നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവല് നിഫ്റ്റിക്ക് സ്ട്രോങ് സപ്പോർട്ടുകൾ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ലെവല് 19,200, 300 റേഞ്ചിന്റെ ഇടയിൽ. പക്ഷെ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിൽക്കണമെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണിച്ചു തരും. എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും
നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും സപ്പോർട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ 19,410 സപ്പോർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. 19,410 410 ഒരു മുകളിലാണെങ്കിൽ 410 ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 410 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ആക്റ്റീവ് ആവുന്നത്. 410 ഒരു മുകളിലായാലും 19,465 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 19,510 530 റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. 500 മുകളിൽ കിടക്കും തോറും നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളായാലും 19,410 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 19,360 ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 19,360 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 360 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ക്വിക്കായിട്ടുള്ള ഒരു മൊമെന്റം താഴോട്ട് കിട്ടും. പക്ഷേ ലോവർ ലെവലായാലും 19,300 സപ്പോർട്ടാണ്, 265 സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എങ്ങനെ നിലനിൽക്കുന്നു എന്ന അടിസ്ഥാനമാക്കി എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും ആ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു പവർ നോക്കുക, പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ പറയുന്ന ഒരു കാര്യങ്ങളായാലും സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അത് കിട്ടില്ല. ഇതായാലും പ്രൈസ് ആക്ഷൻ ആയാലും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് അനുസരിച്ചാണ് ഓരോ ദിവസത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലായാലും ക്വിക്കായിട്ട് സപ്പോർട്ടാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ട ഒരു ഏരിയ ആണ്. ഷോർട്ട്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറി നിൽക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 19,465 റെസിസ്റ്റൻസ് ആണ്. 465 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈക്ക് ഇമ്പോർട്ടൻസ് നൽകുക. 510 റെസിസ്റ്റൻസ് ആണ്. 510 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 465 ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വലിയൊരു ക്യാൻഡിൽ, രണ്ട് വലിയൊരു സെൽ ക്യാൻഡിൽ വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തു. 43,930 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ബൈയുടെ ഒരു സ്ട്രെങ്ത് ബാങ്ക് നിഫ്റ്റി അറിയിച്ചു. അതിനുശേഷം അടുത്തൊരു റെസിസ്റ്റൻസ് 44,150, ആ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ക്ലോസ് ചെയ്ത് നിലനിൽക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു പവർ ശ്രദ്ധിക്കുക. പറയുന്ന ആ ഒരു ട്രേഡിങ്ങിന്റെ ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. 750, 43,900 ഇത് തന്നെയാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് 44,150 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈയുടെ ഒരു സെന്റിമെന്റാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത്, പക്ഷെ 150 ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത വരുന്നത്. ഇൻ കേസ് 150 മുകളിലാണെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു മൊമെന്റം 19,250 വരെ കിട്ടിയേക്കാം. എന്നിരുന്നാലും 250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 150 ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ്. ഞാൻ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹയർ ലെവലിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നൽകിയിരുന്നു. ആ ഒരു ലെവലിൽ ഷോർട്ട് സെല്ലാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ബാങ്ക് നിഫ്റ്റി ഒരു ലോവർ ലെവൽ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെയാണ്. 43,750 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ ബൈ സെന്റിമെന്റാണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ക്വിക്കായിട്ടുള്ള ഒരു ഫാൾ വന്നതിന് ശേഷം 43,750 ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ പറയുന്ന ഒരു റേഞ്ചിൽ എല്ലാം ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയും ബൗൺസ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ വലിയൊരു ഫാൾ വന്നതിന് ശേഷം ഫിൻ നിഫ്റ്റിയും ബൗൺസ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഫിൻ നിഫ്റ്റിയും കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതിന്റെ ഒരു ലോവർ ലെവലിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ് സൂചിപ്പിച്ചിരുന്നു. ഇത് ഈ ഒരു ലെവലിൽ നിന്നായാലും സപ്പോർട്ടിൽ നിന്നായാലും ബൗൺസ് ചെയ്യും. 19,500 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി മുകളിലേക്ക് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിയുടെ ലെവല് നമുക്ക് നോക്കാവുന്നതാണ്. ഫിൻ നിഫ്റ്റിയിലും ലോവർ ലെവൽ സപ്പോർട്ട് ലെവല് നൽകാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം 19,550 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ, ഇൻ കേസ് താഴത്തേക്ക് പോയതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്ത ബൈ സെന്റിമെന്റ്
അതുപോലെ തന്നെ ഈ ഒരു ലെവലിലായാലും ബാങ്ക് നിഫ്റ്റിക്ക് ഫിൻ നിഫ്റ്റിക്ക് വേറെ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. 19,650 റെസിസ്റ്റൻസ്, 650 മുകളിലാണ് ബൈ ആണ്. പക്ഷേ 750 അടുത്ത് നിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. 750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 650 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 650 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, സപ്പോർട്ട് ലൈൻ എത്തുന്ന ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ആ ടണൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിന്റെ ലോങ് ടൈം ഡയറക്ഷൻ കിട്ടാനായിട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന വീഡിയോസ് ശ്രദ്ധിക്കാം. അപ്പോൾ മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.